സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഏറ്റവും റൊമാൻറ്റിക്കായി ഒരു ആക്ടർ അഭിനയിച്ചു കണ്ടുകൊണ്ടേനിലെ ആ സീനിലാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ മമ്മൂട്ടിയുടെ സിനിമകളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആർക്കും ആ സീന് മനസ്സിലേക്ക് ഓടി വന്നിരിക്കും, ഒരു സംശയമില്ലാതെ ഓടി വന്നിരിക്കും. ഇത് പറയുന്നത് ഏറ്റവും പുതിയ നടൻ നമുക്ക് പറയാൻ കഴിയുന്ന ആനന്ദ് മന്മഥ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനാണ്. ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകളിൽ ഈ മനുഷ്യനെ കാണാം. ഇനി നമുക്ക് ആ സിനിമയിലേക്ക് കിടക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 1811 ജെയിൻ ഓസ്റ്റൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമുണ്ട്, സെയിന്റ് ആൻഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് 2000 രാജീവ് മേനോൻ എന്ന് പറയുന്ന മനുഷ്യൻ രചനയും സംവിധാനം നിർവഹിച്ചിട്ട് ഈ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ സീനിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഈ പുതിയ കാലഘട്ടത്തിലും ആ സീനിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയെ കുറിച്ച് പലപ്പോഴും പറയുന്നത് പ്രണയം അഭിനയിക്കാൻ കഴിയാത്തവൻ, ഡാൻസ് ചെയ്യാൻ കഴിയാത്തവൻ എന്നൊക്കെയുള്ള ഒരുപാട് പേരുകൾ അദ്ദേഹത്തിനൊപ്പം ചേർത്ത് വയ്ക്കാറുണ്ട്. ഡാൻസ് കളിച്ചാൽ മാത്രമേ നടനാവൂ, അല്ലെങ്കിൽ പ്രണയം അഭിനയിച്ചാൽ മാത്രമേ നടനാവൂ എന്നൊക്കെ പലതും പറയാറുണ്ട്. ശരിയാണ്, പ്രണയ സീനുകൾ വരണം. ഡാൻസ് മസ്റ്റ് ആണോ? സത്യമാഷ് ഡാൻസ് കളിച്ചിട്ടാണോ നല്ല നടനായത്? അതൊക്കെ വിട്ടേക്ക്, ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒഴിവാക്കാം. എന്നൊക്കെയായാലും ഞാൻ പറഞ്ഞു വെക്കുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടുകൊണ്ടേ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ ചെയ്ത ആ ഒരു പ്രണയ രംഗത്തെ കുറിച്ചിട്ടാണ്. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കഥയും ഇതിവൃത്തമൊക്കെ മനസ്സിലാവും. ഒരു വലിയ സിനിമയാണ്, ഒരു വലിയ കഥയുള്ള സിനിമയാണ്, കഥ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഒരു സിനിമയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എത്തുന്നത് എങ്ങനെ നിങ്ങൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ആ ഒരു അഭിനയത്തെക്കുറിച്ച് ഏറെ പറയണമെന്നൊക്കെ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. നമ്മളുടെ മലയാള സിനിമയിലെ ഏറെക്കാലം മുമ്പ് നസീറൊക്കെയുള്ള കാലഘട്ടത്തിൽ ഒരു പ്രണയരംഗം, റൊമാൻറ്റിക് രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരവും അതിന് ചുറ്റും രണ്ടുപേരും ഓടി നടക്കലായിരുന്നു, കണ്ണുകൾ ഇങ്ങനെ അടക്കലൊക്കെ ആയിരുന്നു. അതൊക്കെ ആയിരുന്നു പ്രണയം ഉണ്ട് എന്ന് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന സീനുകൾ. അതൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് മലയാള സിനിമയിൽ ടോക്സിക് പ്രണയങ്ങളായിരുന്നു. ദിലീപ് അടക്കമുള്ള ആളുകളൊക്കെ ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പെണ്ണിന്റെ പിന്നാലെ നടക്കുക, നിരന്തരം ഉപദ്രവിക്കുക, അവസാനം ആ പെണ്ണ് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക, അവസാനം പ്രണയത്തിലാവുക, കഴിഞ്ഞു. അപ്പോഴാണ് 2000 രാജീവ് മേനോന്റെ സംവിധാനത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്നത് ഈ രംഗം അല്ലെങ്കിൽ ഈ സിനിമ ഒരു പാഠപുസ്തകമാണ്. ഇങ്ങനെയും റൊമാൻസ് അവതരിപ്പിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു രംഗത്തിലേക്ക് വരാം. മമ്മൂട്ടിയാണ് അതിൽ അഭിനയിക്കുന്നത്. മമ്മൂട്ടി മാത്രമല്ല, ഒരുപാട് നടന്മാർ, ഇപ്പോൾ ലൈംലൈറ്റിൽ ഒരുപാട് തമിഴ് നടന്മാരൊക്കെ അതിലുണ്ട്. അങ്ങനെ കുറെ വലിയ നടന്മാരൊക്കെ ഉള്ള ഒരു വലിയ സിനിമയാണ്. അന്ന് പക്ഷെ അതൊരു വലിയ സിനിമ എന്ന രീതിയിലൊക്കെ അന്ന് വന്നിട്ടുള്ള കാര്യം സംശയമാണ്. ഉറപ്പി ആ കാലഘട്ടത്തിൽ ആ സിനിമ കാണുകയും ആസ്വദിച്ച് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ആ ഒരു സിനിമയുടെ ആ ഒരു രംഗത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ, മമ്മൂട്ടി ഒരു എക്സ് പട്ടാളക്കാരനാണ്, കാല് തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം അന്വേഷിച്ച് കിട്ടുന്നില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് ഒരു കുടുംബത്തെ പരിചയപ്പെടുന്നത്. ആ കുടുംബം വകയിലൊക്കെ ബന്ധുവാണ്. അവർക്ക് താമസം ഒരുക്കുന്നതും അവിടെ താമസിക്കാൻ വരുന്ന പെൺകുട്ടികൾ ഒരാളാണ് ഐശ്വര്യ റായ്. അവരുടെ പ്രണയം തോന്നുന്നുണ്ട്, പക്ഷെ ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹത്തിന് അറിയാം, എനിക്ക് എത്രയോ ഏജും ഉണ്ട്, അവൾ എത്രയോ ചെറുപ്പമാണ്, അവളുടെ ബോധം, അവളുടെ സെൻസ്, അവളെന്ന് വെച്ച് അപാര പാട്ടുകാരിയാണ്, അവളങ്ങനെ പാട്ടുപാടി ഗ്രേറ്റ് ആയിട്ട് പോണം. അവളുടെ പാട്ടിനോട് ഇഷ്ടമാണ് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രത്തിന്. അതുകൊണ്ട് തന്നെ അവൾ പാടുവാൻ വേണ്ടിയിട്ട്, അവളെ പാട്ട് കേട്ട് ഉറങ്ങുവാൻ വേണ്ടിയിട്ട്, അത് മതി ജീവിതത്തിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം. ആ സഹായം ചെയ്തു കൊടുക്കുന്നതിന്റെ അവസാന നിമിഷത്തിലൊരിക്കൽ അവൾ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന് എന്നെ പ്രണയമാണെന്നാണ്. ആദ്യം തുടക്കത്തിലൊക്കെ അവൾക്ക് അദ്ദേഹത്തോടുണ്ടാകുന്ന ദേഷ്യം പതുക്കെ മാറുകയും ഒരു പ്രണയമായിട്ട്, അതൊരിക്കലും ടോക്സിക് അല്ല, പ്രണയമായിട്ട് മാറുകയും ഒരു ദിവസം അവൾ അദ്ദേഹത്തോട് തുറന്നു പറയുകയും ചെയ്തു. മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രത്തോട് അത് തുറന്നു പറയുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് അത് ശരിയല്ല, നീ വളരെ ചെറുപ്പമാണ്, നിനക്ക് ഒരു വലിയ ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയെ ശാസിക്കുന്ന പോലെ, ഈ ഞാൻ കാണിക്കുന്ന കരുണയും പ്രണയവും കൂട്ടിക്കുഴക്കരുത്, ഞാൻ നിന്നോട് കാണിക്കുന്ന കരുണയാണ്, നീ എന്നോട് പ്രണയമാണ് കാണിക്കുന്നത്, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. മുകൾ നിലയിലാണ്. മെല്ലെ വേച്ച് പടികൾ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ ഇറങ്ങി വരുന്നുണ്ട്. കരുണയും പ്രണയവും കൂട്ടിക്കുഴക്കല്ല, എനിക്ക് നിങ്ങളോട് പ്രണയം മാത്രമാണുള്ളത്, നിങ്ങളാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്, നിങ്ങൾ എന്നോട് കരുണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സത്യത്തിൽ എന്നെ പ്രണയിക്കുകയാണ് അല്ലേ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ അതിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല. മമ്മൂട്ടി എന്ന കഥാപാത്രം ഉത്തരം പറയാൻ കഴിയാതെ ചുമരി ചാരി അങ്ങനെ നിൽക്കുന്നുണ്ട് നിർനിമേഷനായിട്ട്. അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട്
മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ചുമരിൽ നിൽക്കുന്ന ആ മനുഷ്യനോട്, ചുമരച്ചാരിൽ മനുഷ്യന്റെ നെഞ്ചോട് നെഞ്ചു ചേർന്ന മാറുടെ ഇപ്പോൾ അമരുമെന്ന ആ ഒരു നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിങ്ങൾക്ക് എന്നോട് പ്രണയമില്ലേ? എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാതെ ആ സമയത്ത് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് ഞാൻ പറയില്ല, അത് പറഞ്ഞ് അജു ഒരിക്കൽ കുളമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഡയലോഗ് പറയുന്ന സമയത്ത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ 2 കൈകൾക്കുള്ളിൽ അവളുടെ മുഖമുണ്ട്. മമ്മൂട്ടി ഒരിക്കലും അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് ആ കവിൾ തൊടുന്നില്ല, അവളുടെ മുഖം പിടിക്കുന്നില്ല. അതിന് പകരമായിട്ട് കവിൾ തൊടാതെ തൊട്ടപ്പുറത്ത് കൈകൾ വെച്ചുകൊണ്ട് ആ ഒരു തങ്കക്കുടം ഒരിക്കലും നശിച്ചു പോവാതെ അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ മാത്രമാണ് എനിക്ക് ആഗ്രഹം എന്നുള്ള ഇതുപോലൊരു അർത്ഥം വരുന്നൊരു തമിഴ് ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് അവള് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കൈകള്, വിരലുകള്, കവിളുകള്, ചുണ്ടുകള്, കണ്ണ് എല്ലാതും കൂടി അഭിനയിക്കുന്ന ഒരു അസുലഭ നിമിഷമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആ റൊമാൻറ്റിക് സീൻ. ഞാനിതിങ്ങനെ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ എം സോ സോറി. എൻ്റെ വീഡിയോ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുണ്ട്, അവരോടൊക്കെ ഞാൻ സോറി പറയുന്നു. ഇത് എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ വീണ്ടും പറയുന്നത്. എൻ്റെ പുതിയ ആൾക്കാർ കൂടി ഈ സീനിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നത്, സിനിമ അഭിനയം ആഗ്രഹിക്കുന്ന, സിനിമ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ 2000 ആണ്ടിൽ ഇങ്ങനത്തെ ഒരു സീന് ചെയ്തു വെച്ചിട്ടുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് മേനോൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പോയി കാണണം. സിനിമയുടെ അഭിനയ മുഹൂർത്തങ്ങൾ, മമ്മൂട്ടി എങ്ങനെയാണ് ഒരു പ്രണയം ചെയ്തു വെച്ചിട്ടുള്ളതെന്നൊക്കെ അറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സീന് മാത്രം, റൊമാൻറ്റിക് സീൻ കണ്ടുകൊണ്ടേൻ എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ആ സീന് മാത്രം വേണമെങ്കിലും കാണാം. അത്രയ്ക്ക് അതിഗംഭീരമാണ് ആ ഒരു സീന്. അത് മാത്രം അത് റെൻഡർ ചെയ്തു വെച്ച് ഞാനൊക്കെ അത്ഭുതപ്പെടുന്നുണ്ട് പലപ്പോഴും. ഇത് ചുമ്മാ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ വെച്ചിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നില്ല. തൊട്ടുമുമ്പിൽ ക്യാമറ ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, അതിന്റെ ക്രൂ ഉണ്ട്, 100 കണക്കിന് ആളുകൾ ഉണ്ടാക്കി. ആ 100 കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അങ്ങനെ ഒരു സാധാ മനുഷ്യൻ കയ്യിൽ നിട്ടേണ്ടത്. ഇതെങ്ങനെയാണ് പുറത്തു വരുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ? എനിക്ക് ഒരു പിടുത്തമില്ല. ആ ഒരു പിടുത്തമില്ലായ്മയുടെ പേരാണ് ആക്ടിങ്. ആ മനുഷ്യൻ നമുക്ക് ചെയ്തു വെച്ച ആ സാധനത്തിന്റെ പേരാണ് ആക്ടിങ്, അഭിനയം. അതൊരു പാഠപുസ്തകമായിട്ട് ആ മനുഷ്യൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ ആഗ്രഹിക്കുന്നവർ, ഒരുപക്ഷെ സിനിമ പറ്റിയിട്ട് അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ ഡയലോഗുകൾക്ക് ശേഷമെങ്കിലും ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ബൈ. പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനലാണ്. നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സഹകരിക്കുക, പ്രിയ സുഹൃത്തുക്കൾ കിട്ടിയുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെ പറയാനുള്ള കാരണം, കഴിഞ്ഞ 1-2 ദിവസത്തുള്ളിൽ എനിക്ക് നല്ലൊരു പണി കിട്ടി. ഞാനൊക്കെ വിചാരിച്ചത് ഈ യൂട്യൂബ് സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ നല്ല മനുഷ്യത്വമുള്ള ആളുകളാണ്, എല്ലാവരും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരാണ് എന്നൊക്കെ വിചാരിച്ചു പോയി. അല്ല എന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. ബഹുഭൂരിപക്ഷം ആൾക്കാർ സഹകരിക്കുന്നവരാണ് കേട്ടോ. പക്ഷെ ചില ആൾക്കാരൊക്കെ പണത്തിന് വേണ്ടി മാത്രം യൂട്യൂബ് നടത്തുന്ന ആൾക്കാരാണ്. ഇതൊരു ലൈഫാണ്, ഇതൊരു വരുമാനമാണ്, സംശയമൊന്നുമില്ല. ഇതിൽ നിന്നൊരു തക്കതായിട്ടുള്ള വരുമാനം കിട്ടുന്നോണ്ട് ഒക്കെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അതൊരു വലിയ സഹായവുമാണ്. പക്ഷേ അതേസമയം തന്നെ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാം എന്ന് മാത്രം ചിന്തിച്ചടക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. യൂട്യൂബ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകട്ടെ, ആരെങ്കിലുമൊക്കെ അത് അവർക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് എടുക്കട്ടെ, അങ്ങനെയൊക്കെ എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരിക്കും, അല്ലേ? സംശയമില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആവണം. നമ്മൾ വീഡിയോസ് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകണം, അവർ റിയാക്ട് ചെയ്യണം, നമ്മളെ സംസാരങ്ങൾ മറ്റുള്ളവർ കേൾക്കണം, അവരിലൂടെയെങ്കിലും മറ്റുള്ളവർ 100 പേര് കേൾക്കെങ്കിൽ അങ്ങനെ കേൾക്കണം, അവർ ആ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, അറ്റ്ലീസ്റ്റ് ഈ സിനിമയെക്കുറിച്ച് കാണണം. അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളാണ്. പക്ഷേ അതല്ല എന്ന് വിചാരിച്ച് എൻ്റെ വീഡിയോകൾ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തി, അവരെ ഭീഷണിപ്പെടുത്തി, അവരെ 5000-3000 ഒക്കെ നിർബന്ധപൂർവ്വം വാങ്ങിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരും നമ്മുടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചുമ്മാ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിയോട് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആളുകളുണ്ട്. ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു തരത്തിൽ ഒരു കോപ്പിറൈറ്റ് ഞാൻ അടിക്കത്തില്ല. ഇനി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിച്ചോളൂ, പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അത് നമ്മൾക്ക് ഒരു വിഷയമില്ല. ഒരു തരത്തിലും ഒരാൾ ഉപദ്രവിക്കില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ അപാരമായിട്ടുള്ള സ്നേഹം, നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ. ബൈ.